നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്റ്റേഡിയം റോഡ്, അതാണ് ഇപ്പോൾ എന്താ പറയുക, പുതിയ കൊച്ചി എന്ന് പറയാവുന്നത്. ഏറ്റവും അധികം തിരക്കുള്ള സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പുകൾ, ചെറിയ ചായക്കട തൊട്ട് വലിയ ഷോപ്പുകൾ വരെയുണ്ട്. ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വളരെ ചെറിയൊരു റോഡായിരുന്ന സ്ഥലമാണ്. ഞാനൊക്കെ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ പഠിക്കുന്ന കാലത്ത്. പക്ഷേ ഇപ്പോൾ കൊച്ചിയുടെ ഹാർട്ട് എന്ന് വിളിക്കാവുന്നത് ഈ ഒരു റോഡാണ്. ഈ സ്റ്റേഡിയം റോഡിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അബാദ് ഇൻസ്പിരേഷൻസ്. ഈ അബാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, എറണാകുളത്ത് ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ചും അബാദ് എവിടെയും നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. വളരെ വർഷത്തെ എന്താ പറയുന്നത്, വളരെ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉള്ളൊരു ഗ്രൂപ്പാണ്. മത്സ്യ സംസ്കരണം തൊട്ട് അപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ എല്ലാ മേഖലകളിലും വിജയം കൊയ്ത ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഡോക്ടർ നജീബാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ. അദ്ദേഹമാണ് അബാദ് ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ അതങ്ങനെ എനിക്ക് തോന്നുന്നത് വളരെ എല്ലായിടത്തും എപ്പോഴും അപ്പാർട്ട്മെൻറ്റ്സ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയല്ല, പക്ഷേ ഉള്ളതെല്ലാം വളരെ എക്സ്ക്ലൂസീവാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഈ അപ്പാർട്ട്മെൻറ്റ് കാര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, നമ്മൾ ഇത്രയും എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ കാര്യമായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരാഴ്ച മുമ്പ് വന്നിട്ട് വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ല സത്യത്തിൽ ഞാൻ വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി ഇവിടുത്തെ മോക്കപ്പ് അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സ്പേസ് എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് ഞാൻ അന്ന് മുജീബിനോട് ചോദിക്കുകയുണ്ടായി. അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പല ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കായി പോയി എന്നൊരു പ്രശ്നം മാത്രമേ എനിക്ക് അത് കാഴ്ചയിൽ തോന്നിയിട്ടുള്ളൂ. നമ്മുടെ എത്രാമത്തെ പ്രോജക്റ്റാണ് ഇൻസ്പിരേഷൻസ്? ഇത് നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിലാണ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ഇതുവരെ 45 പ്രോജക്റ്റാണ് കൈമാറിയേക്കുന്നത്. സോ ഫ്രം 1995 എൻ്റെ ചേട്ടൻ തുടങ്ങിയ സെറ്റപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2003 വളരെയധികം നല്ല രീതിയിൽ ഇച്ചിരി കൂടി വലുതായിട്ടും ഇച്ചിരി കൂടി പ്രീമിയം പ്രോജക്ട്സ് ചെയ്യാൻ തുടങ്ങി. മറൈൻ ഡ്രൈവ് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ 2 പ്രോജക്റ്റ്. അങ്ങനെ കൊച്ചിയിലായിട്ടാണ് കൂടുതൽ കേന്ദ്രീകരിച്ചേക്കുന്നത്. കോട്ടയത്തും ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ വി ആർ മോർ ഇൻ ടു എക്സ്ക്ലൂസീവ്, മോർ ഇൻ ടു ഏത് പ്രോജക്റ്റ് ചെയ്താലും അതിൻ്റേതായ ഡെപ്തിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഗുണങ്ങളുണ്ട്. അത് കാരണം നമ്മൾ ബെസ്റ്റ് ഇൻ ക്ലാസ് സ്റ്റാൻഡേർഡ്സ് ആണ് ചെയ്യുന്നത്. ഏത് ചെയ്താലും അതിൻ്റെ എമ്യൂണിറ്റീസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ആ സ്ഥലത്തിന് പറ്റിയതും ആ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും മുതൽ എല്ലാ കാര്യങ്ങളിലും ആ ക്ലാസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പിന്നെ കൊടുക്കുന്നത് എൻഡ് ടു എൻഡ് സൊല്യൂഷൻസാണ്. എന്ന് പറഞ്ഞാൽ വെദർ ഇറ്റ് ഇസ് കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, ഇൻറ്റീരിയേഴ്സ് ആയിക്കോട്ടെ, റെൻറ്റൽ ആയിക്കോട്ടെ, റീസെയിൽ, എല്ലാം നമ്മൾ ഇൻ ഹൗസ് ടീമുണ്ട്. അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് നമുക്ക് വളരെ ക്ലിയർ പാറ്റേൺ ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടീൻ്റെ വാല്യൂ അപ്രിസിയേഷൻ, സോ വാല്യൂ ഫോർ മണി കിട്ടുന്ന ഒരു ഗ്രേറ്റ് റിട്ടേൺസ് കിട്ടുന്ന പ്രോജക്റ്റും കൂടി ആയി ഓവർ ദി ഇയേഴ്സ്. അപ്രിഷിയേറ്റിംഗ് അസറ്റ്, എല്ലാ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് കംപ്ലയൻസ് ഉള്ള പ്രോജക്റ്റൊക്കെ എല്ലാം അപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. പക്ഷേ ഇത് ഗ്രേറ്റർ വാല്യൂ, ഗ്രേറ്റർ അപ്രിസിയേഷൻ കിട്ടുന്ന കാരണം ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ട്രാക്ക് റെക്കോർഡിൽ 45 മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇനിയും വരാനുള്ള പ്രോജക്ട്സും അടുത്ത 3-4 മാസം കൊണ്ട് തുടങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു USP ആയിട്ട് സാർ പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ പറഞ്ഞ പോലെ ദർ ആർ സോ മെനി പ്രോജക്ട്സ് ഇൻ സ്റ്റേഡിയം ലിങ്ക് റോഡ്. സോ നമ്മുടെ കോൺസെപ്റ്റ് വാസ് വെരി ക്ലിയർ. വി ഹാവ് ടു ഹാവ് എ വെരി എക്സ്ക്ലൂസീവ്, വെരി ബുട്ടീക്ക് പ്രോജക്റ്റ്. സോ ഈ എത്ര നല്ലൊരു പ്രോജക്റ്റിൽ നമ്മൾ 24 ഫ്ലാറ്റേ ചെയ്തിട്ടുള്ളൂ. എല്ലാം അൾട്രാ ലക്ഷറി 4 BHK. ഇത് കണ്ടോന്ന്, പക്ഷേ ഡബിൾ ഹൈറ്റ് പോഡിയം ഉണ്ട് ഓൾട്ടറേറ്റ് ഫ്ലോസിൽ. സോ അത് വളരെ അട്രാക്റ്റീവാണ്. ഫസ്റ്റ് നോവൽറ്റി, ഭയങ്കര നോവൽറ്റിയാണ്. ലിഫ്റ്റ് ആണെങ്കിലും ഹൈ സ്പെക് ലിഫ്റ്റാണ്. അതിൻ്റെ അകത്ത് ആക്സസ് കൺട്രോൾ മുതൽ എക്സ്ട്രാ ഹൈറ്റ് ഓഫ് ദ ലിഫ്റ്റും എല്ലാ അമ്യൂണിറ്റീസും അതിൻ്റേതായ ടോപ്പ് ഓഫ് ദ റേഞ്ച് ആയിട്ട് കൊടുത്ത്, പിന്നെ ടോട്ടൽ പ്രൈവസി. ഗ്ലാസ് ആണെങ്കിലും, ബാൽക്കണി ഗ്ലാസ് ആണെങ്കിലും പെർഫോമൻസ് ഗ്ലാസ് ആണ്, റിഫ്ലക്റ്റീവും സോ ചൂട് കുറയും, എയർ കണ്ടീഷനിങ് ബെറ്റർ ആയിരിക്കും, ആൻഡ് എല്ലാം എയർ കണ്ടീഷൻഡ് അപ്പാർട്ട്മെൻറ്റ്സാണ്. സോ അങ്ങനെ സ്പേസ് ഒരു വീടും ഒരു നല്ലൊരു വീടായിട്ട് താമസിക്കാൻ പറ്റും. ഇതെല്ലാം അമ്യൂണിറ്റീസ് 24 കുടുംബങ്ങൾക്ക് മാത്രമാണ്. തന്നെയല്ല, പ്രോക്സിമിറ്റി ടു ഓൾ ദ പ്ലേസസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് എങ്ങും പോകണമെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാം, എവിടെ പോകണമെങ്കിലും 5 മിനിറ്റ് കൊണ്ട് പോകാം, 5 മിനിറ്റ് കൊണ്ട് മെട്രോയിലെത്താം, അല്ലേ? കണക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞില്ല, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാവിലെ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുക എന്നുള്ളതാണ്. ഇവിടെ നേരെ നടന്ന സ്റ്റേഡിയം, തൊട്ടടുത്തൊരു ഫുട്ബോൾ ടർഫ്, പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ അതാണ് ഏറ്റവും കാണേണ്ട ഒരു കാര്യം, ഒരു ഇൻഫിനിറ്റി പൂള്. അതും ഈ പറഞ്ഞ ഓവർലുക്കിംഗ് ദ സിറ്റി എന്ന് പറയുന്ന ഇതിൽ ഗംഭീരമായ ഒരു ഇൻഫിനിറ്റി പൂള്. എല്ലാ തരത്തിലും വളരെ പ്രീമിയം അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ പ്രൈവസി, 24 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇവിടെയൊക്കെ ഈ ഫിലിം സ്റ്റാർസിനും അങ്ങനെയുള്ളവർ വളരെ പ്രൈവസിയോടുകൂടി, എക്സ്ക്ലൂസിവിറ്റി പ്രിഫർ ചെയ്യുന്നവർക്കും അവർ നെക്സ്റ്റ് ലെവൽ ലിവിങ് ആഗ്രഹിക്കുന്നവർക്കും കുറേ പീസ് ഓഫ് മൈൻഡോടെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ അപ്പാർട്ട്മെൻറ്റുകളും 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുമാണ്.
അത് കുറച്ച് വേരി ചെയ്യുന്നു. 3,800 800 ആണ്. ഓക്കെ. അപ്പോൾ ഞാനത് ഒരിക്കൽ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞാനൊന്ന് വിശാലമായി ഒന്ന് നടന്ന് കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എന്നെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ ഞാൻ മുജീബിനെ ഏൽപ്പിക്കാം. ഇത് ജനറൽ മാനേജർ എല്ലാം കാണിച്ചു തരും. ഓക്കെ. സോ യു ക്യാൻ ഹാവ് എ ലുക്ക്, എക്സ്പീരിയൻസ് ദ പ്രോജക്റ്റ് ഫോർ യുവർ സെൽഫ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. പ്ലഷർ. അപ്പോൾ നമ്മളെ മുജീബിനെ ഏൽപ്പിച്ചിട്ടാണ് നജീബ് സാർ പോയിരിക്കുന്നത്. മുജീബ് അബാദ് ബിൽഡേഴ്സിൻ്റെ സെയിൽസും പിന്നെ കസ്റ്റമർ റിലേഷൻസും അതിൻ്റെ GM ആണ്, ഹെഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്കിനി വിശാലമായിട്ട് ഈ ഒരു മോക്കപ്പ് ഫ്ലാറ്റ് ഒന്ന് കാണാൻ പോകണം. അതിനായിട്ടാണ് നമ്മളിപ്പോൾ മുജീബിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2A ആണ് ഇവിടെ മോക്കപ്പ് ഫ്ലാറ്റ് അല്ലേ? അതെ, 2A ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്സസ് എല്ലാം ഇതുപോലെ എന്താണിത്? ഇത് ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റം ആണ്. ഇത് ആക്ച്വലി ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റം. ഇതിൽ 4 ലെവൽ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് ശരിക്കും നമുക്ക് ഇതിൽ നോക്കിയാൽ നമ്പർ ലോക്കിംഗ് ആണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക്. രണ്ടാമത് വരുന്നത് നമുക്കിവിടെ തമ്പ് വെക്കാം, ദെൻ സ്വൈപ്പ് കാർഡ് വെക്കാം, ദെൻ ഒരു കീ ഉണ്ട്, നമുക്ക് കീ വെച്ച് ഓപ്പൺ ചെയ്യാം. അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് ഇതിൽ വരാം ഓപ്പണിങ്ങിന് വേണ്ടി. നമ്മൾ സാധാരണ ഇതിൽ എപ്പോഴും പറയില്ല, നമ്മളൊരു വീട് പൂട്ടിയിട്ട് ചെടിച്ചട്ടി ഇടയിൽ കീ വെക്കും എന്നുള്ള കാര്യം ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പം നമ്പർ അറിയാമെങ്കിൽ ഈ കീ വെച്ചിട്ട് പോകുന്ന പരിപാടി എന്തായാലും വേണ്ട. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ അവർക്ക് കീ എന്ത് ചെയ്യുന്നുള്ളൊരു സംശയം വേണ്ട നമുക്ക്. ശരിയാണ്. കാരണം അവർ വന്നാൽ അവർക്ക് നമ്മൾ ഈ സെക്യൂരിറ്റി നമ്പർ കൊടുക്കുകയാണെങ്കിൽ ദേ ക്യാൻ എൻ്റർ ഇൻടു ദ അപ്പാർട്ട്മെന്റ്. അതാണ്. അപ്പോൾ ഇനിയാണ് ഞെട്ടിക്കുന്ന ഇൻറ്റീരിയർ. സത്യത്തിൽ ഞെട്ടിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ വന്ന് ഞെട്ടിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നത് കണ്ടിട്ട് പോയി. സത്യത്തിൽ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ധാരാളം എന്താ പറയുക വലിയ വലിയ ബിൽഡിങ്സിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഒരു പക്ഷേ എക്സ്റ്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഞെട്ടിയിരിക്കും. ഞാൻ ഇവിടെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡോർ വന്നിട്ട് ടീക്വുഡ് മെയിൻ ഡോറാണ്. ഇതിൻ്റെ തിക്നെസ് മുതൽ തന്നെ നമുക്കത് മനസ്സിലാവും. ടീക്വുഡ് മെയിൻ ഡോറ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇൻസൈഡ്. ഞങ്ങളുടെ സാമ്പിൾ ഫ്ലാറ്റാണ്. അടിപൊളി. സത്യത്തിൽ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇത്രയും ഇൻറ്റീരിയർ സ്പേസ് കണ്ടെത്തി എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. ഇത് ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അബാദിൻ്റെ തന്നെ ഇന്റീരിയർ ഡിവിഷനാണ് ചെയ്തത്. ശരി. അബാദിൻ്റെ ഇന്റീരിയറാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ 2nd ഫ്ലോറിലെ 2A അപ്പാർട്ട്മെൻ്റ് ആണ്. 3,846 സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാർട്ട്മെന്റ് ആണ് ഇത്. എത്ര ബെഡ്റൂമാണ് ഇതിൽ? ഇത് 4 ബെഡ്റൂം ആണ് വരുന്നത്. 4 ബെഡ്റൂം വിത്ത് ഒരു സെർവൻറ്റ് റൂം ഉണ്ട്, സെർവൻറ്റ് ടോയ്ലറ്റ് ഉണ്ട്, ദെൻ ഒരു പൗഡർ റൂം കൂടി ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനുള്ള പൗഡർ റൂം ഉണ്ട്. സാധാരണ നമ്മൾ വലിയ വീടുകളിൽ കാണുന്ന അത്രയും വലിയ ഡ്രോയിങ് റൂമും ഡൈനിങ് റൂമുമാണ് എന്ന് മാത്രമല്ല, ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ ഇതാ മറ്റൊരു എന്താ പറയുക ഡ്രോയിങ് ഏരിയ എന്ന് വേണമെങ്കിൽ ഫാമിലി ലിവിംഗ്. ഫാമിലി ലിവിംഗ് ഏരിയ. അവിടെ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക്. ഫാമിലി ലിവിംഗിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക്. അപ്പോൾ വളരെ വലിയ ഡൈനിങ് ഏരിയ ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സിലെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, ഇത് പക്ഷേ വളരെ വിശാലമാണ്. അപ്പം മുജീബ് നമുക്കൊന്ന് ആദ്യം തൊട്ട് തന്നെ ഒന്ന് കണ്ടു തുടങ്ങാം. റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സ്പേസിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്പേസ് എല്ലായിടത്തും ഉണ്ട്. അതെ അല്ലേ? എന്താണ് നമുക്ക് തുടക്കത്തിൽ തൊട്ടേ പറഞ്ഞു പോകാവുന്ന കാര്യം? തുടക്കത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇവിടെയാണ്. ഇവിടുന്ന്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഒരു സിംഗിൾ ടച്ചിൽ തന്നെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാവുന്ന ലോക്കിംഗ് സിസ്റ്റം ആണ് അകത്തുള്ളത്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി വാറണ്ടീഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റം വാറണ്ടീഡ് ആണ്. ഇവന്റെ ഹിഞ്ചസ് വരെ വാറണ്ടീഡ് ആണ്. ഹിഞ്ചസ് വരെ വാറണ്ടീഡ് ആണ്. കുറെ കാലം കഴിയുമ്പോൾ ഹിഞ്ചസ് തൂങ്ങുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ സംഭവിച്ചാൽ തന്നെ വാറണ്ടിയാണ്. കാരണം നമ്മുടെ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും ഫ്രം ദ ഹിഞ്ചസ് ടു ദ ടോയ്ലറ്റ് വരെയുള്ള മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും വാറണ്ടീഡ് ആണ്. സോ റെസ്റ്റ് അഷ്യൂർഡ് ആണ്, നിങ്ങൾ ടെൻഷൻ വേണ്ട. രണ്ടാമത്തെ നമ്മുടെ ഇതാണ് മെയിൻ DB വരുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഭാഗത്ത് വരികയാണെങ്കിൽ മറ്റു ഒരു പ്രൊജക്റ്റിലും ഇല്ലാത്തൊരു സവിശേഷത എന്ന് വെച്ചാൽ നമ്മളിവിടെ ജനറേറ്റർ ബാക്കപ്പ് കൊടുത്തിരിക്കുന്നത് 5 kV ആണ്. നമുക്ക് നോർമലി 2 kV അല്ലെങ്കിൽ 1.5 kV ആണ് മിക്കവാറും എല്ലാ അപ്പാർട്ട്മെന്റ്സിലും കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും 3 AC സുഖമായിട്ട് വർക്ക് ചെയ്യാം. ശരി, ലൈറ്റ്സ്, ഫാൻ, 3 AC സുഖമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ജനറേറ്റർ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുകയും AC അടക്കം വർക്ക് ചെയ്യാം. എൻ്റെ അപ്പാർട്ട്മെന്റിൽ AC കിട്ടില്ല. പിന്നെ ഈ പ്രോജക്റ്റിൽ AC കൂടി ഞങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ റൂമിലും, ലിവിങ്ങിലും, ഡൈനിങ്ങിലും, ഫാമിലി ലിവിങ്ങിലും ഞങ്ങൾ തന്നെ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി, വിത്ത് AC ഫിറ്റഡ് അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആണല്ലേ? 3 AC ഉണ്ടാവും? 3 AC അല്ല, എല്ലാ ഫ്ലാറ്റിലും, എല്ലാ റൂമിലും, അതായത് 4 റൂം, 4 AC വിത്ത് ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, 7 AC നമ്മുടെ ഈ ഫ്ലാറ്റിലുണ്ടാവും. സ്പ്ലിറ്റ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ശരി, അതുകൂടി ഫിറ്റ്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ അല്ലെങ്കിൽ കോർ കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓടി നടക്കേണ്ട ആവശ്യമില്ല. പക്ക സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം തന്നെ നമ്മൾ. സാധനം നമ്മൾ AC അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിട്ട് AC വെക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ACയുടെ ആ ട്യൂബൊക്കെ പോകാൻ വേണ്ടി കട്ട് ചെയ്യണം. അത് കുറെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഡ്രെയിൻ ഔട്ട് പോകണത് പ്രോപ്പർ അല്ലെങ്കിൽ അകത്തേക്ക് തന്നെ തിരിച്ചു വെള്ളം വരും. പിന്നെ അതിന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഡ്രോയിങ്ങിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ നേരത്തെ സംസാരിച്ച ഈ ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ ഒരു 2 ഡൈനിങ് റൂമിൻ്റെ വലുപ്പമാണ് ഇവിടുത്തെ ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ശരിക്കും ഒരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? ശരിക്കും ഇതൊരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മാസ്റ്റർ പീസ്. തന്നെയല്ല, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ, ഡബിൾ സീലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു ബാൽക്കണിയുടെ ഫീൽ ഉണ്ട് അല്ലേ? ശരിക്കും ഒരു വലിയ ട്രീ എല്ലാം വെക്കാൻ നിങ്ങൾക്ക്. ഏരിയ പോലുമാണിത്. പിന്നെ അല്ലേ, കാരണം നോർമൽ ബാൽക്കണി സൈസ് അല്ല. ശരിയാണ്. സൈസ് വരുന്നുണ്ട് ഇവിടെ. ശരിക്കും ഒരു റൂം സൈസ് കറക്റ്റ് നമുക്ക് ഈ ബാൽക്കണി ഏരിയയിൽ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ശരിക്കും നന്നായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡബിൾ ഡക്കർ, ഒരു റീഡിംഗ് റൂം ഒക്കെ മുകളിൽ സെറ്റ് ചെയ്യണ ഒരു രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ സ്പേസ് യൂട്ടിലൈസേഷൻ അറിയാവുന്ന ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ ഡബിൾ സീലിംഗ് ആയിട്ട് ബാൽക്കണി ആയിട്ട് തന്നെ കൊടുത്തേക്കണം. ഈ ഒരു ഫിനിഷ് ചെയ്ത് കൊടുത്തേക്കണം. ഇത് ഗംഭീരമായിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിൽ. നമുക്ക് വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കാം അല്ലേ? ഇവിടുത്തെ ഒരു ചെറിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലാസ്, ഇത് ബ്രോൺസ് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ്. ഇത് ഹീറ്റ് റിഡക്ഷൻ ഗ്ലാസ് ആണ് ആക്ച്വലി. സോ പുറത്തുള്ള ചൂട് അകത്തേക്ക് അധികം കടത്തി വിടരുത്. രണ്ടാമത്തെ കാര്യം, ഇത് പുറത്തുനിന്ന് നോക്കിയാൽ അകത്തുള്ള ഒന്നും കാണത്തില്ല. പ്രൈവസി, നല്ല പ്രൈവസി ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെയും ബൈജുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ പ്രൈവസി ഉള്ള ഒരു പ്രൊജക്റ്റാണ്. 24 യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ആ 24 യൂണിറ്റ് ഈസ് ഫോർ ദ സ്പെഷ്യൽ 24 പീപ്പിൾ. ശരിയാണ്. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും സാധാരണ കാണുന്നത് ഇപ്പോൾ 100-150 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, വേറെ സെഗ്മെൻറ്റ്, പ്രത്യേകിച്ച് സിനിമ ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെ പ്രൈവസി വലിയ പ്രശ്നമാണ്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ ഇവിടെ ഒരു വളരെ പ്രമുഖനായ സിനിമാ നടൻ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പേര് ഞാൻ പറയുന്നില്ലെന്നുള്ളൂ. അവരെപ്പോലുള്ളവർക്ക് 24 പേര് മാത്രമാണ് അവരുടെ ഒരു ഫാമിലി എന്ന് പറയാവുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് വളരെ അടുപ്പമുണ്ടാകും. എന്നാൽ ഈ പറഞ്ഞ സെൽഫി ചേട്ടാ ആ ലൈനിലുള്ള പ്രശ്നമൊന്നുമില്ല, ഒരു സംശയമില്ല. തന്നെ അവരുടെ ഫാമിലിക്കാണെങ്കിലും വളരെ സെക്യൂർഡായിട്ട് താമസിക്കാം. മറ്റൊരു കാര്യം, ഇവിടെ നിന്നുള്ള പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ പോകാനും ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഈസിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാനിവിടെ മഹാരാഷ്ട്രയിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഒരു ഒറ്റ റോഡേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ഒരു വീട് വന്നു. അതിനുശേഷം ഇവിടെ ഒരു ഏരിയ മാറി. ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ ഈ സാനിറ്ററി വലിയ എക്സ്ക്ലൂസീവ് സാനിറ്ററി ഷോപ്പ് തൊട്ട് ചെറിയ ചായക്കട വരെയുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ വന്ന ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ലെഷർ ഏരിയ ആണ് ഇത്. വൈകിട്ട് വന്നാൽ ഇതൊരു ഫുഡ് ഏരിയ ആണ്. കോൺസെപ്റ്റാണ്. ഷവർമ കഴിക്കാൻ വേണ്ടി ഇടിയാണ്, ഇടിയാണ് അവിടെ. അപ്പോൾ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒട്ടും തന്നെ എന്താ പറയുക, സ്പേസിൻ്റെ കാര്യത്തിൽ പിശുക്കില്ലാത്ത ഒരു ഡ്രോയിങ് റൂമാണ്. ഇത് നിങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്യുന്നത് ഗംഭീരമുണ്ട് കേട്ടോ. നല്ലൊരു ടീമാണ് നമുക്കുള്ളത് ഇൻറ്റീരിയറിന്. ആൻഡ് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്റീരിയർ ടീം അതിൻ്റെ ഒരു ടേസ്റ്റ്ഫുള്ളി ആയിരിക്കുന്നു. ഓരോ കാര്യത്തിലെ കളർ സെലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ
കയറി കണ്ടിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലും ഇത്രയും വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇല്ല. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഫാമിലി ഏറ്റവും അധികം ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്ന പ്രൈവസി കിട്ടേണ്ട ഒരു ഏരിയയാണ്. ഇരുന്നൊന്നും എല്ലാവരും കൂടി ഇരുന്ന് ഗ്യാദർ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇപ്പൊ നിങ്ങളൊരു ഫംഗ്ഷൻ വെച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെ ശരിയാണ്. ഒരു ഇത്രയും വലിയൊരു ഞാൻ മറ്റുള്ള പ്രോജക്റ്റുകളിലുള്ള പോലെ അത്രയും വലിയൊരു ഡൈനിങ് ഏരിയ ആരും കൊടുക്കാറില്ല. കാരണം അത്ര സ്പേസ് ആവശ്യമില്ല. ഡൈനിങ്ങിന് കുറച്ച് സ്പേസ് മതി. അങ്ങനെ കൂടുതലും നമ്മൾ അടുത്ത സ്പേസ് ലിവിങ് ഏരിയയിലേക്കാണ് കൂടുതൽ പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത് ഇതിന്റെ റൂഫിംഗ് ഒക്കെ ആണെങ്കിലും ഇത് മോക്കപ്പ് ഫ്ലാറ്റ് അവസാനം വിൽക്കാൻ തന്നെയാണല്ലോ. അതെ ഇത് വിൽക്കാനുള്ളതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലും ഇത് വിൽക്കാനാണ് കേട്ടോ. എല്ലാം സീലിംഗ് ഒക്കെ ആണെങ്കിലും വുഡൻ സീലിംഗും ആ ഫാനിന്റെ നിറം പോലും ഒരു വുഡ് മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പൗഡർ റൂം ഉണ്ടല്ലേ? ഇതൊരു പൗഡർ റൂമാണ്. ഈ സത്യം പറഞ്ഞ പൗഡർ റൂം എന്നുള്ള പേര് തന്നെ അടുത്ത കാലത്ത് വന്നത് അല്ലേ? ഇത് ഒരു ഫോറിൻ കോൺസെപ്റ്റ് ആണ് പൗഡർ റൂം എന്നുള്ളത്. ഇവിടെ അതായത് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റ് ആണ്. പക്ഷെ പൗഡർ റൂം എന്നാണ് ഇപ്പോഴത്തെ ഒരു പേര്. ഇത് വാഷ് ഏരിയ, നമുക്ക് ഹാൻഡ് വാഷ് ഏരിയ ഈ റൂമിലാണ്. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ. പിന്നെ ഈ റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് കിടക്കാം അല്ലേ? ഇവിടെ ഈ ഫാമിലി ലിവിംഗ് ഏരിയ എന്നും ഒരു ബാൽക്കണി ഉണ്ട്. ഈ ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ടിവിയുടെ ശല്യമില്ലാത്ത ഏരിയ. അതെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കാം. ഇവിടെ നമ്മുടെ ഫാമിലിക്ക് യൂട്ടിലൈസ് ചെയ്യും ഏരിയ കംപ്ലീറ്റ്. പിള്ളേരെ ഇവിടെ ഇരുത്താം. അല്ലെങ്കിൽ അവരെ കൊണ്ട് റൂമിൽ നമ്മൾ ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫാമിലി ലിവിംഗ് ഏരിയയിലെ ബാൽക്കണിയാണ്. അത്ര വലുതല്ല, റീസണബിളി ഗുഡ് എന്നുള്ള ഒരു ബാൽക്കണിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് വ്യൂ മാറും കേട്ടോ. നല്ല വ്യൂ ആയിരിക്കും. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. നമ്മൾ എത്ര ടോട്ടൽ ഫ്ലോർ? ടോട്ടൽ 12 ഫ്ലോർസ് ആണ് ഫ്ലാറ്റ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ ടു 12th ഫ്ലോർ വരെ ഫ്ലാറ്റ് 24 യൂണിറ്റ്സ്. ദെൻ അതിൻ്റെ മുകളിൽ 13th ഫ്ലോറിൽ നമുക്ക് ഹെൽത്ത് ക്ലബ് ഉണ്ട്, റിക്രിയേഷൻ ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അവിടെ ഒരു ഓപ്പൺ ജിം കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റ് ഉള്ളത് തന്നെയല്ല, വേറൊരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടത്, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറും ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെൻറ്റ് ഡോറും നമുക്ക് കാണുക പോലും ഇല്ല. ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. അത്രയധികം പ്രൈവസി ഉള്ള സ്ഥലമാണ്. ഇതിൽ നമ്മുടെ അടുത്ത മെയിൻ പോയിന്റ് നമ്മുടെ കിച്ചണാണ്. കിച്ചൺ വളരെ ഭംഗിയായിട്ട്, അത് നോർമൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു രീതിയിലെ കിച്ചണിന് ഒരു സെർവൻറ്റ് റൂമുണ്ട്, സെർവൻറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട്, ഇതന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. ഇതിലും യാതൊരു പിശുക്കുമില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആണെങ്കിലും ഈ ക്വാളിറ്റി അതിമനോഹരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഇൻറ്റീരിയർ ടീമിൻ്റെ ഈ ഒരു കളർ സെലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ മൈൽഡായിട്ടുള്ള കളേഴ്സാണ്, പക്ഷേ അതിസുന്ദരമാണ്. നിങ്ങളിനിയിപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു, നിങ്ങൾ പക്ഷേ ഈ ഒരു മോക്കപ്പ് അപ്പാർട്ട്മെൻറ്റ് അല്ല എടുക്കുന്നെങ്കിൽ പോലും ഇൻറ്റീരിയർ നിങ്ങളുടെ ടീം വേണമെങ്കിൽ ചെയ്ത് ഡെഫിനറ്റ്ലി അപ്പോൾ ഈ ഒരു സാധനമൊക്കെ മനസ്സിൽ വെച്ചോ. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കിച്ചണൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാം നമ്മൾ മറ്റുള്ള പ്രോജക്റ്റുകളും കണ്ടമാനം ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക് കണ്ടമാനം ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ പല ബിൽഡറുടെയും അപ്പാർട്ട്മെൻറ്റ്സിൽ. ഇത് നമ്മുടെ കിച്ചൺ ഏരിയ, കിച്ചൻ്റെ വർക്ക് ഏരിയയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ കഴിഞ്ഞാൽ ഇവിടെ യൂട്ടിലിറ്റി ഏരിയയാണ്. ആക്ച്വലി ഇതും വളരെ വലുതാണ്. യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയ. ആ സൈഡിൽ വാഷിംഗ് മെഷീൻ വെക്കാം. ഓക്കെ. ഇവിടെ ഈ ഒരു കൗണ്ടർ നമുക്ക് എന്തെങ്കിലും പാൻട്രി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയ. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇവിടെയും ഒരു സ്റ്റൗ വെച്ചാൽ മീൻ പൊരിക്കുന്ന പോലുള്ള ചെയ്ത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് അത് ചെയ്യാം. ഇവിടെ നമ്മുടെ സെർവൻറ്റ് റൂമാണിത്. ഇതാണ് നമ്മുടെ സെർവൻറ്റ് റൂം വരുന്നത്. സെർവൻറ്റ് റൂം ആക്ച്വലി അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നോർമലി സെർവൻറ്റ് റൂം ഒരു സൈഡ് കൊണ്ട് ഒതുക്കലാണ് ചെയ്യുന്നത്. നമ്മളിവിടെ അത്യാവശ്യം നന്നായിട്ട് അവർക്കൊരു സെർവൻറ്റ് റൂം വിത്ത് സെർവൻറ്റ് ടോയ്ലറ്റും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. തീർച്ചയായിട്ടും അവർക്കൊരു വാർഡ്രോബ് സ്പേസ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ മെയ്ഡിന് സെപ്പറേറ്റ് എൻട്രി ആയിട്ട് സെർവൻറ്റ് എൻട്രി എന്നുള്ള കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങാനും വീട്ടിലില്ലെങ്കിൽ അവർക്ക് അവരുടെ റൂമും ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് യൂസ് ചെയ്യാം. കിച്ചൻ്റെ ഡോർ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏരിയ കംപ്ലീറ്റ്ലി ഇതാക്കാം. പിന്നെ ഒരു ഗസ്റ്റ് നമ്മുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുന്ന ടൈമിൽ, അതാണ് എപ്പോഴും ഞാൻ കൂടുതൽ കസ്റ്റമറോട് പറയുന്നത്, ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വന്നാൽ അവരുടെ ഫ്രണ്ടിൽ കൂടി ഈ കിറ്റുമായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സൈഡ് ഡോറ് ശരിക്കും യൂസ് ചെയ്യാം. ഞങ്ങളകത്ത് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ആള് കയറി വരികയും ചെയ്യുന്നു. ഇവിടെയുള്ള അടുത്തൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ ഇവിടെ സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ. ഞങ്ങൾ 2005 മുതലുള്ള പ്രോജക്റ്റുകളിൽ കൊടുത്തിരിക്കുന്നത് സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ.
ഇവിടെ നമ്മൾ 4 ലെവൽ സെക്യൂരിറ്റി സിസ്റ്റം കൊടുത്തിട്ടുണ്ട് സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈക്ക്. അതിൻ്റെ മീറ്ററിംഗ് ആണ് ഈ താഴെ കാണുന്നത്. സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈയുടെ മീറ്ററിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഗ്യാസ് തീരുന്ന വിഷയമില്ല. നോർമലി എനിക്കറിയാം മിക്കവാറും എല്ലാ ഫ്ലാറ്റുകളിലും ഉണ്ട്. ഇവിടെ 4th ലെവൽ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ കൊടുത്തേക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ലീക്കിന് എന്തെങ്കിലും ഒരു ചാൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പുമായിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കും. മൊബൈൽ ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് കണക്റ്റഡ് ആണ്. നേരെ നമുക്ക് ഇൻറ്റിമേഷൻ നോട്ടിഫിക്കേഷൻ വരും അതിൽ ഇതിങ്ങനെ ലീക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ 4th ലെവൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൂടി കൊടുക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പൈസ മീറ്റർ നോക്കി മീറ്റർ നോക്കി അത് എല്ലാ മന്ത് എൻഡ് ആകുമ്പോഴും നമ്മുടെ കെയർടേക്കർ വരും, റീഡിങ് എടുക്കും. റീഡിങ് എടുത്തിട്ട് നമ്മൾ എത്ര ഉപയോഗിച്ചേക്കുന്നത് അതിന്റെ മാത്രം കൊടുത്താൽ മതി. പ്ലസ് ഇതിന് വേറെ ഒരു ഗുണം വെച്ചാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ശരിക്കും വാട്ടർ മീറ്ററിംഗ് ഉണ്ട്. ഓരോ ഫ്ലാറ്റിനും വാട്ടർ മീറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഫ്ലാറ്റിനും വാട്ടർ മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് മാത്രം നമ്മൾ കാശ് കൊടുത്താൽ. അതൊക്കെ നമ്മൾ 2016 മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുപോലെ നമ്മുടെ വേസ്റ്റ് കളക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? വേസ്റ്റ് കളക്ഷൻ ആക്ച്വലി നമുക്ക് ഇവിടെ ഹൗസ് കീപ്പിങ്ങിന് 2 ലേഡീസ് ഉണ്ട്. ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. ആ ലേഡീസ് ഇവിടുന്ന് കളക്ട് ചെയ്ത് നമ്മുടെ റൂഫ് ടോപ്പിൽ 14th ഫ്ലോറിൽ ടെറസ് ഫ്ലോറിൽ നമുക്ക് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഞാൻ കാണിക്കാതെ കോമൺ ഏരിയ കാണിക്കും, ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ട്, ബയോബിൻ വെച്ചിട്ടുണ്ട്, അവിടെ ട്രീറ്റ് ചെയ്യും. ദെൻ ഇൻസിനേറ്റർ ഉണ്ട്. ഇൻസിനേറ്ററിൽ നമുക്ക് കത്തിച്ച് കളയാവുന്ന സാധനങ്ങൾ അതെല്ലാം നമുക്ക് പേപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് അവിടെ കത്തിച്ച് കളയാം. പ്ലാസ്റ്റിക് നമ്മൾ സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് ക്രെഡയുടെ ക്ലീൻ കൊച്ചിയുടെ ടീമുണ്ട്, അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. അതാണ് കറക്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണ്. ദെൻ STP സൈഡ് സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. അൾട്രാ ഫിൽട്രേഷൻ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ വെള്ളത്തിന് BOD ലെവൽ 5 BOD താഴെ വരും നമ്മൾ ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ അൾട്രാ ഫിൽട്രേഷൻ കഴിയുമ്പോൾ. അത് നമുക്കിവിടെ ഗാർഡനിങ്ങിന് യൂസ് ചെയ്യും. തന്നെ ഒരു ഫ്ലഷിംഗ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 24 അപ്പാർട്ട്മെന്റേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങേയറ്റം ഒരു 100 പേരായിരിക്കും ഇവിടെ താമസിക്കുന്നത് അല്ലേ? എല്ലാം കൂടി. കാരണം ഇത്രയും വലിയ ഫ്ലാറ്റ് ആണെങ്കിൽ കൂടി താമസിക്കുന്ന മെമ്പേഴ്സ് ചിലപ്പോൾ 4 പേരോ 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഫ്ലാറ്റിൽ മാക്സിമം. അതിൽ കൂടുതൽ വരില്ല. കാരണം ക്ലാസ് അതാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം. ബൈജു യു ക്യാൻ നിങ്ങൾ തന്നെ അതിന്റെ കാണുന്നുള്ളത്. ഇതിന്റെ ഒരു വലുപ്പം ഗംഭീരാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഡ്രസ്സർ ഏരിയയാണ് കാണുന്നത്. ഡ്രസ്സർ ഏരിയ ഇതെല്ലാം നമ്മുടെ ഇന്റീരിയർ ടീമിന്റെ വർക്കുകളാണിത്. എല്ലാം നല്ല ഗംഭീരം. ഇതില് ആ കോർണർ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ഇതും അതെ. ഈ കോർണർ ലെവല് എല്ലാം യൂസബിൾ. വാർഡ്രോബിന്റെ കോർണർ യൂസ് ചെയ്യാൻ പാടാണ്. കോർണേഴ്സ് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോയ്ലറ്റ് ഏരിയ ആണ് അത്. ഇത് ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് ടോയ്ലറ്റ് കേട്ടോ. ഫുള്ളി ഫിറ്റഡ് ടോയ്ലറ്റ് ആണ്. വേറെ ഒന്നും കസ്റ്റമർ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് സെപ്പറേറ്റ് ഷവർ ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഈ കാണുന്ന ഫിനിഷ് സീലിംഗ് വരെ ഈ കാണുന്ന ഫിനിഷ് ആയിരിക്കും. സീലിംഗ് ഒക്കെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. സാധാരണ അവിടെ നമ്മൾ ചമ്മക്കോള് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല. അല്ല, ഞാനൊക്കെ അപ്പാർട്ട്മെന്റ് താമസിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതിന്റെ ഒരു ഗംഭീരമായ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ ഒരിക്കലും അപ്പാർട്ട്മെന്റുകളിൽ ഞാൻ കണ്ടിട്ടുള്ള അപ്പാർട്ട്മെന്റുകളിലൊന്നും ബെഡ്റൂമിൽ 2 ചെയറിടാനുള്ള സ്ഥലമൊന്നും എടുത്തുകൊണ്ടല്ല. ഒരു ചെയറൊക്കെ കഷ്ടിയിടാൻ. അവിടെയും ഉണ്ട് ഒരു സിറ്റിംഗ് ഏരിയ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടി വി വേണമെങ്കിൽ വെക്കാവുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ബെഡിൽ നിന്ന് TV കാണുന്നുണ്ടെങ്കിൽ TV വെക്കാം. അതിനോട് ഒരു ബാൽക്കണി ഉണ്ട്. ആൻഡ് ബാൽക്കണിക്കെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലൈ മെഷ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൂടെ കൊടുക്കുന്നതാണ് ഫ്ലൈ മെഷ്. ഇതാണ് ഫ്ലൈ മെഷ്. കൊതുക് കയറാതിരിക്കണം. അപ്പോൾ ഒരു ഏരിയ ഒരു ഡോറ് തുറന്നു കിടന്നാലും നമുക്ക് ഇൻസെക്ട്സ് അകത്തേക്ക് വരത്തില്ല. കൊതുക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. അതിനൊരു കാര്യം, ഇത് 2nd ഫ്ലോറാണ് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോഴാണ് ബാൽക്കണിയുടെ ഒരു യൂട്ടിലൈസേഷനും ഭംഗിയും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് 2nd ഫ്ലോറാണ്. അപ്പോൾ എന്തായാലും ഇതും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വിൻഡോ ഭാഗം. ഓക്കെ, വിൻഡോക്കുള്ള സ്പെഷ്യാലിറ്റി ദർ ഇസ് നോ ഗ്രിൽ ഫോർ ദ വിൻഡോസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല? കാരണം ഇവിടുന്ന് നല്ലൊരു ബാൽക്കണി പോലെ തന്നെയാണ് വിൻഡോ വെച്ചേക്കുന്നത്. ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ആ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വ്യൂ ആണ്. തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഈ ഗ്ലാസ് കുറച്ച് എന്താ പറയുക സൗണ്ട് പ്രൂഫും കൂടെയാണെന്ന് തോന്നുന്നു അല്ലേ? വെളിയിൽ ഒരു സൗണ്ടും അകത്തേക്ക് കിട്ടുന്നില്ല. പക്ഷേ സൗണ്ട് പ്രൂഫ് ഗ്ലാസ് അല്ല, എന്നാലും നമ്മൾ ടഫൻ ഗ്ലാസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഇല്ല. നല്ല തിരക്കുള്ള റോഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തുറക്കുന്നത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ. എന്തായാലും ഈ ഏരിയയിലും ഒക്കെ
നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ തന്നെ ഇന്റീരിയർ ഏൽപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഭംഗിയായിട്ടല്ലേ. എന്നാൽ ഒന്നും ഓവറല്ല, അതാണ് ഇതിൻ്റെ അല്ല. ഇതിന് ആവശ്യമില്ല, മിനിമലായിട്ടുള്ള. അതിൽ ഞങ്ങളുടെ MD-യുടെ ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ട് ഇതിൽ. എല്ലാത്തിലും ഡോക്ടർ നജീബിന്റെ ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ട്. ഈ ഇന്റീരിയർ ഫൈനലൈസേഷനും ഒരു കളർ ഫൈനലൈസേഷൻ. കാരണം ആ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയേ ശ്യാമേ, ക്യാമറ ഇങ്ങോട്ട് തിരിക്കൂ. കണ്ടോ ഇവിടെ നിന്നുള്ളൊരു ഏരിയ കണ്ടോ? നിങ്ങളിതൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയധികം ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാനിങ്ങനെ പല അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ ഇത്രയും ചെറുത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണോ ഞാൻ താമസിക്കുന്ന ഒരു പ്രശ്നമാണ് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് അപ്പാർട്ട്മെൻറ്റ് തന്ന് സഹായിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ മാനസിക രോഗിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറാനല്ല. ഇവിടെ സെക്കൻഡ് ബെഡ്റൂം ശരിക്കും നമ്മൾ ഓരോ റൂമിനും നെയിം ചെയ്തിട്ടുണ്ട്. അത് മാസ്റ്റർ ബെഡ്റൂം, അതായത് ഫാദർ ആൻഡ് മദർ, ആ കോൺസെപ്റ്റാണ്. ഇത് നമ്മുടെ കിഡ്സ് റൂമാണ്. ശരിക്കും കിഡ്സ് റൂമിന് ആ കിഡ്സിൻ്റെ ഫുൾ ലെവൽ വെച്ച് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ? ഇല്ല, 2 കുട്ടികൾ കിടന്നാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ ഇന്ത്യ ടീം എന്തിനും കോമ്പറ്റബിൾ ആണ് ആക്ച്വലി. ഇവിടെ നിന്നും ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതും ബാൽക്കണി ഉണ്ട്, ഇവിടെ നിന്ന് ബാൽക്കണി ഉണ്ട്. ഇത് കുറച്ചുകൂടെ വിശാലമായ ലെങ്തി ആയിട്ടുള്ള ബാൽക്കണി, വളരെ ലെങ്തി കേട്ടോ. അതല്ല, ഇത് വളരെ ലെങ്തിയായ ബാൽക്കണിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ മുകളിലേക്ക് പോകുന്നവർ കൂടുതൽ നന്നായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാവുന്നൊരു ബാൽക്കണിയായിട്ട് മാറും. ശരിക്കും എറണാകുളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത് അല്ലേ? അതെ, ഹാർട്ട് ഓഫ് ദ ടൗൺ ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് പനമ്പള്ളി നഗറായിരുന്നു, പിന്നീട് ജവഹർ നഗറായിട്ട് മാറി. ഇപ്പൊ അത് ആക്ച്വലി പിന്നെ ബൈപ്പാസിലേക്ക് വന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റേഡിയം ലിങ്ക് റോഡാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഉള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇനി അപ്പാർട്ട്മെന്റ് വരും. നമ്മൾ തന്നെയാണ് നിൽക്കുന്ന ഒരു 82 സെൻസ് ഓഫ് ലാൻഡ് നമ്മുടെ തന്നെയാണ് ഫ്യൂച്ചറിലേക്ക് ഉള്ളതാണ്, ഫ്യൂച്ചറിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്ത് താമസം തുടങ്ങിയ ആദ്യകാലത്ത് ഞാൻ ഈ സ്റ്റേഡിയത്തിന്റെ സൈഡിലാണ് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചത്. ആ സമയത്ത് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകാന്ന് പറയുന്നത് വളരെ റിഫ്രഷിംഗ് ആണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മടിയുണ്ടാവും രാവിലെ ഒന്ന് നടക്കാൻ. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? ഈ ഗ്രൂപ്പുമായിട്ട് സംസാരിച്ച് ബഹളവും വെച്ച് ഒച്ചയും വെച്ച് നടക്കുന്ന രസകരമായ ഒരു അനുഭവം ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, റണ്ണിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ലാഫിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അത് എല്ലാ സോർട്സ് ഓഫ് തിങ്ങും നമുക്ക്. ആക്ച്വലി എല്ലാം പിന്നെ ഓഫീസിൽ ചെല്ലുമ്പോൾ നിൽക്കും, രാവിലെ തിരിച്ചിട്ട് അങ്ങ് പോകും അല്ലേ? പിന്നെ ടെൻഷനാവും. അപ്പൊ അതുണ്ട്. പിന്നെ ഈ നേരെ മുമ്പിൽ കാണുന്ന IMA ഹോള് വരുന്നത്, നേരെ IMA ഹോളാണ്. IMA ഹോൾ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസും അല്ലെ ഫംഗ്ഷൻസ് നടക്കുന്ന ഒരു ഹോളാണ്. പിന്നെ നല്ല റൂംസ് ഉണ്ട്. നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഗസ്റ്റ് വന്നാൽ, അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ഗസ്റ്റുകൾ വന്നാൽ നേരെ അങ്ങോട്ട് വിടാം. വലിയ പൈസയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ഗസ്റ്റ് താമസിപ്പിക്കാൻ പറ്റും. ഇത് ആക്ച്വലി കിഡ്സ് റൂം ആണെങ്കിലും നമ്മുടെ ഇവിടെ ശ്യാമ നോക്കുള്ളൂ. ഇത് നമ്മുടെ ഈ വൈജു ഈ ടോയ്ലറ്റ് കിഡ്സ് അല്ല കേട്ടോ. ശരി, മുതിർന്നവർക്കുള്ളത് തന്നെയാണല്ലേ? വളരെ വലിയ അവിടെ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിനെക്കാളും വലിയ ടോയ്ലറ്റ്, നല്ല വലിയ ടോയ്ലറ്റ് ആണ്. കാരണം കിഡ്സ് ആണ് കൂടുതൽ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നത്. ശരിയാണ്. ഇതും വളരെ ഈ സ്പേസ് യൂട്ടിലൈസേഷൻ ഗംഭീരമായിട്ട്. ഇതും ഈ ഒരു ബെഡ് ശരിക്കും ഫോൾഡബിൾ ബെഡാണ്. നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ടൈപ്പ്. ശരി, നേരെ ഫോൾഡബിൾ ബെഡാണ്. ലോക്കും ഉണ്ട്, അവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. കൊള്ളാം കണ്ടത്. അപ്പൊ രാത്രി മാത്രം ഇത് ഫോൾഡ് ചെയ്തിട്ടാൽ മതിയാവുന്നു. ഇവിടെ കളിക്കാൻ വിടാം. ഇത് കാണിച്ചിട്ട് തന്നെ നമ്മുടെ പറഞ്ഞ ഒരു സെലിബ്രിറ്റിയുടെ റൂമിലേക്ക് ഇത് സെയിം തന്നെ ഡിക്റ്റോ ശരി. 2 മക്കളുണ്ടല്ലോ? 2 മക്കളുണ്ട്. പിന്നെ ഇവിടെ ഒരു IAS ഓഫീസർ ഉണ്ട്. അങ്ങനെ സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഡിഫറെന്റ് ഉണ്ട്. ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, NRIs ഉണ്ട്. ആ പ്രൊഡ്യൂസറിന്റെ 15ാമത്തെ സിനിമയുടെ ഇതായിരുന്നു ഇന്നലെ, സ്വിച്ച് ഓൺ ആയിരുന്നു. എവിടെയോ കണ്ടു. സോ നമ്മളിപ്പോ കണ്ടത് റൂം കണ്ട്, ഫാദറും മദറിന്റെ കണ്ട്, കിഡ്സ് കണ്ട്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഫാദറും മദറും ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ ഇതിനെ പാരന്റ്സ് റൂം എന്ന് പറഞ്ഞിട്ട് ഇതിനെ നെയിം ചെയ്തേക്കുന്നത്. നമ്മുടെ പാരന്റ്സ് പൊതുവെ കേൾക്കാത്തൊരു കോൺസെപ്റ്റ് അല്ലേ? കാര്യം അവര് നമ്മുടെ പാരന്റ്സ് നമ്മുടെ പാർട്ടാണല്ലോ. തീർച്ചയായിട്ടും പാരന്റ്സ് റൂമാണ് മെയിൻ പാർട്ട് അവരാണല്ലോ. അപ്പൊ അവരെയും പരിഗണിച്ച് അവർക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം വിത്ത് സിറ്റിംഗ് ഏരിയ ആൻഡ് എ ബാൽക്കണി, എല്ലാ ഫെസിലിറ്റീസും ആസ് ഇറ്റ് ഈസ് നമ്മൾ മറ്റേതിൽ കൊടുക്കുന്ന സെയിം ഫെസിലിറ്റീസ്. ഇത് നമ്മളൊരു കളർ കോംബോ, ഈ റൂമിന് ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്നും ബാൽക്കണി ഉണ്ട്,
വിത്ത് ഫ്ലൈ മെഷ് എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ. അത് തന്നെയുണ്ട്. ഇതും തരക്കേടില്ലാത്ത ബാൽക്കണിയാണ്. അതെ, ഇത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. അത് കൊള്ളാം. വളരെ നന്നായിട്ട് തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ അച്ഛനും അമ്മയും താമസിപ്പിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു റൂമിന്റെ പേര് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് പേരൻസ് റൂം എന്ന് പാരൻസ് റൂമായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ വെയിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്, നമുക്ക് അകത്തേക്ക് ആ വെയിലിന്റെ ചൂടോ ഒരു കാര്യം കയറി വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞല്ലോ എ സി ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മളായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക, ഫിറ്റ് ചെയ്യുക ഒന്നും തന്നെ വേണ്ട. ഓൾറെഡി അതെല്ലാം ആയി നമ്മൾ കറക്റ്റ് ചെയ്ത്. പിന്നെ ഇവിടെയുള്ള വാർഡ്രോബ് ഏരിയ ഓൾറെഡി ഞങ്ങൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. എന്നാണ് വാർഡ്രോബ് ഏരിയ വരുന്നത്. ഇത് വാർഡ്രോബ് ഏരിയ ആണ്. ഇത് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. അവിടെ നിന്ന് ടോയ്ലറ്റ്. ഇതും വളരെ അവർക്ക് ഡ്രസ്സ് ചെയ്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഒരു ബെഡ്റൂം. എന്താണ് പേര്? അതിന്റെ പേര് ഗസ്റ്റ് ബെഡ്റൂം. ഓക്കെ. ഞാൻ വിചാരിച്ചു ഗസ്റ്റ് ആയിട്ട് ഉള്ള ഗസ്റ്റിനെ മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ഗസ്റ്റ് റൂമാണ്. ഇതൊരു ഇതിന്റെ കളർ തീം അടിപൊളിയാണ് കേട്ടോ. ഈ ആഷ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു കളറാണ്. ഇത് ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ഈവൻ വാർഡ്രോബ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഈവൻ ഇന്റീരിയർ പോലും ആ ഒരു കളർ തീം ഉണ്ട് അല്ലേ? അതെ, അത് രസമായിട്ടുണ്ട്. കൊള്ളാം. ഇവിടെയും ഉണ്ട് ഒരു ബാൽക്കണി. ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് നല്ല കൂടുതൽ, നോർമൽ ലെവലിനേക്കാളും കൂടുതൽ 3 മീറ്റർ കറക്റ്റ് നമുക്ക് മുകളിലേക്ക് വരുന്നുണ്ട് ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ്. അത് ആ സ്പേസിങ് തന്നെ കാണാം. നോർമലി ഫ്ലാറ്റിന് 2.8 3 പറഞ്ഞാലും അത് ബോട്ടം ടു ടോപ്പ് വരുമ്പോൾ 2.8 ഒക്കെ വരുള്ളൂ. നമ്മൾ കറക്റ്റ് 3 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മുകളിലേക്ക് കിട്ടുന്നത്. ഇവിടെയും സാമാന്യം വലിയ ബാൽക്കണി, അത്യാവശ്യം നല്ലൊരു ബാൽക്കണി ഇവിടെയും വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ടോയ്ലറ്റ് റൈറ്റ് സൈഡിലായിട്ട്. ഇതും വിശാലം തന്നെ, മോശമല്ല. ഇതിലെല്ലാം വാട്ടർ ഹീറ്റേഴ്സ് വെക്കാനുള്ള സ്പേസാണ് ആ മുകളിൽ വരുന്നത് കേട്ടോ. മുകളിൽ നമുക്ക് ഒരു ട്രാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഹീറ്റർ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പോയിന്റും കാര്യങ്ങളും എല്ലാം മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ കാണിക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ എത്ര നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതിൻ്റെ ഇന്റീരിയർ സ്പേസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം. തന്നെയല്ല വളരെ പ്ലസൻ്റ് ആണ്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ മുജീബിനോട് പറഞ്ഞു ഓർമ്മയുണ്ടോ, ഒരു വാവ് ഫീൽ നമ്മൾ കയറുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരു വാവ് ഫാക്ടർ ഉണ്ടെങ്കിലാണ് കാണുന്നതൊക്കെ വാവ് ഫാക്ടർ വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സ്പേഷ്യസ് ആയ സ്ഥലം ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് കണ്ടെത്തിയത് വളരെ ഗംഭീരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു 2-3 ബെഡ്റൂമുകൾ സാധനം ഉണ്ടാക്കിയൊക്കെ വിറ്റതിന് പകരം വളരെ എക്സ്ക്ലൂസീവാണിത്. 24 പേർക്ക് മാത്രമാണ് പറ്റുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല, ഇനി അത് മറ്റൊരു വാവ് ഞാൻ കണ്ടത് ടെറസിലാണ് കേട്ടോ. അതായത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വെളിയിൽ നിന്ന് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഈ ഒരു വാവ് ഫാക്ടർ തോന്നുന്നില്ല. ഞാൻ അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊരു പലതവണ കടന്നു പോയെങ്കിലും അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴാണ് നമുക്കിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ ചേട്ടാ മോളിപ്പം ഇതിൽ നമുക്ക് 4 ടൈപ്പ് ഫ്ലാറ്റ് ഉണ്ട്. എ, ബി, സി ആൻഡ് ഡി. എവറി ഓൾട്ടർനേറ്റ് ഫ്ലോറിലാണ് എയും ബിയും വരുന്നത്. അതിലാണ് നമുക്ക് ഈ ഡബിൾ സീലിംഗ് ഹൈറ്റ് ബാൽക്കണിയുള്ള ഫ്ലാറ്റ്സ് വരുന്നത്. സിയും ഡിയും ഓൾട്ടർനേറ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്ക് ഡബിൾ സീലിംഗ് ഹൈറ്റ് ബാൽക്കണി ഇല്ലാത്ത ഫ്ലാറ്റുകളാണ്. അപ്പോൾ എത്ര ഏരിയകൾ എങ്ങനെയാണ്? അവിടെ ഒരു 200 സ്ക്വയർ ഫീറ്റ് 300 സ്ക്വയർ ഫീറ്റ് വ്യത്യാസമുള്ളൂ. എ ടൈപ്പ് ആണെങ്കിൽ 3846 സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞു. ബി ടൈപ്പ് ആണെങ്കിൽ 3221 സ്ക്വയർ ഫീറ്റ്. സി ടൈപ്പ് അതായത് ഈ എയുടെ നേരെ മുകളിൽ വരുന്നതാണ്, അത് 3536 സ്ക്വയർ ഫീറ്റ് ആണ്. ദെൻ ഡി ടൈപ്പ് 2958 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. എല്ലാം 3000 മുകളിൽ തന്നെയാണ്. ഒരെണ്ണം മാത്രം 2958 3000 തന്നെ, അപ്രോക്സിമേറ്റ്ലി 3000. എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലാറ്റുകൾ തന്നെയാണ്. അതെ.
2A നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറുകയാണ്. ലിഫ്റ്റിന്റെ കാര്യത്തിലും സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാർഡ് വെച്ചിട്ടാണ് അല്ലേ? അതെ സെക്യൂരിറ്റി കാർഡ് ഉണ്ട്, തമ്പ് ഉണ്ട്, ദെൻ നമ്പർ ലോക്കിംഗ് ഉണ്ട് അതില്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ലിഫ്റ്റ്സ് വരുന്നുണ്ട്. നോർമൽ ലിഫ്റ്റ് സൈസിനേക്കാളും ഹൈറ്റ് കൂടിയ ലിഫ്റ്റ്സ് ആണ് ശരിക്കും. ഹൈ വാൾ ലിഫ്റ്റ്സ് ആണ് ആക്ച്വലി ഇത് വരുന്നത്. ഹൈ വാൾ ലിഫ്റ്റ്സ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ലിഫ്റ്റിന്റെ സൈസ് യു ക്യാൻ സീ ദാറ്റ്. ഈ ഒരു ഹൈറ്റ് നമുക്ക് വരുന്നുണ്ട് ലിഫ്റ്റിന്. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം വരുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ലോക്കിംഗ് സെയിം അവിടുത്തെ പോലെ തന്നെ നമ്പർ ലോക്കിംഗ് വരുന്നുണ്ട്. തമ്പ് ചെയ്യാം, സ്വൈപ്പ് കാർഡ് ചെയ്യാം. ഓൺലി താക്കോല് മാത്രം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് നേരെ 13th ഫ്ലോറിലേക്ക് നമുക്ക് പോവാം. ലിഫ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ബ്രാൻഡ് ഫ്യൂജിടെക് ബ്രാൻഡാണ്. നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് വളരെ കുറച്ച് ബിൽഡേഴ്സ് മാത്രമേ ഫ്യൂജിടെക്കിൻ്റെ ഉള്ളൂ. സ്പീഡ് നല്ല സ്പീഡുള്ള ലിഫ്റ്റാണ്, പെട്ടെന്ന് എത്തുന്നത് 12. അല്ല ഇത് ഫ്ലാറ്റ് ആൻഡ് നമ്പേഴ്സ് അവർ ഇന്റർകോം നമ്പേഴ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തേക്കാണ്. കോമൺ ഏരിയയിൽ നമ്മൾ ഓരോരുത്തർ വിളിക്കാൻ, സെക്യൂരിറ്റി ക്യാബിന്, കെയർടേക്കർ അവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള റൂം. നമുക്ക് താഴെ ഒരു ഡ്രൈവർ റൂം ഉണ്ട്. ഞാൻ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മുടെ 13th ഫ്ലോറിൽ നമ്മുടെ ഫെസിലിറ്റീസ് ഉള്ള ഫ്ലോറാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡാണ് ഇവിടെ ഉള്ള. റൈറ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ ഹാൾ, റിക്രിയേഷൻ ഹാളാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഹെൽത്ത് ക്ലബ്ബാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതാണ് ഞാൻ അന്ന് കണ്ട് വാവ് പറഞ്ഞ മറ്റൊരു സ്ഥലം. അതായത് ഈ പാർട്ടി ഏരിയ എന്ന് പറയുന്നത് ഒരു അമേസിങ് സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ എറണാകുളത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടി ഹാളുണ്ട്. പാർട്ടി ഹാൾ നിങ്ങൾ ചെറിയ ഫംഗ്ഷനുകളും അല്ലെ ഫാമിലി ഫംഗ്ഷൻസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ സംഭവമാണ്. ഇപ്പം നേരം എത്ര മണി? 8 മണി. ഇപ്പം അത്യാവശ്യം വെയിലുള്ള സമയമായതുകൊണ്ട് സൂര്യൻ മുകളിലെത്തി. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഭയങ്കര ആംബിയൻസ് ആണ്. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ബൈജു കഴിഞ്ഞാണ് വന്നപ്പോൾ വാവ് പറഞ്ഞൊരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വെറും ഞാൻ പറഞ്ഞല്ലോ 75 തൊട്ട് 100 പേരും വരെ മാത്രം താമസിക്കാൻ സാധ്യതയുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓരോ എക്സ്ക്ലൂസിവിറ്റി ഭയങ്കരമായിട്ട്. അതെ, തന്നെയല്ല ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലൈഫ് ഉണ്ട് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ട്രീസ് എല്ലാം ഒറിജിനൽ ട്രീസ് ആണ്. ഫ്രൂട്ട് ട്രീ, ഇതും മാവാണ് ശരിക്കും, മാംഗോ ആണ്. മാംഗോ ട്രീ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സക്കു, അത് കാഴ്ച നിൽക്കുകയാണ് കേട്ടോ. കാഴ്ച നിൽക്കുക. ശരി. കാഴ്ച നിൽക്കുന്ന മരങ്ങൾ വരെ ആയിട്ടുണ്ട് അല്ലേ? ശരി. പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ഇവിടെ പുരുഷന്മാർക്ക് സുഖമായി വന്ന് ഇരുന്ന് എന്താ പറയുക, രഹസ്യം പറയാം, സ്ത്രീകൾക്ക് പരദൂഷണം പറയാം അല്ലേ? അതിനൊക്കെ പറ്റിയ ഏരിയയാണ്. കാരണം ഇവിടെ ആരും ഒന്നും കേൾക്കാനില്ല, സുഖമായിട്ടിരിക്കാം. തന്നെയല്ല ഇപ്പോഴത്തെ മഞ്ഞ് എങ്ങനെ മൂടി നിൽക്കുന്ന രസകരമായ സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എല്ലാം വീടുകളാണ്. ഇവിടെ ഒന്നും ഇനി അപ്പാർട്ട്മെന്റ്സ് വന്നിട്ടൊന്നും ഇവിടെ വന്ന് ബ്ലോക്ക് ആവാനുള്ള ഒരു ആകില്ല, ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. അത്രയും ഏരിയ അവർ ചെയ്യണമെങ്കിൽ തന്നെ അത്രയും ഏരിയ എടുക്കേണ്ടി വരും. അതെ. നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഭാഗം ശരിക്കും നമ്മുടെ ബൈപ്പാസ് ഏരിയയാണ് കാണുന്നത്. അവിടെയാണ് എറണാകുളം ബൈപ്പാസ് ഉണ്ടല്ലോ, എടപ്പള്ളി ടു വൈറ്റിലേക്ക് പോകുന്ന ബൈപ്പാസിന്റെ ആ ഭാഗങ്ങളാണ് അത് കംപ്ലീറ്റ്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സോളാർ കാണുന്നുണ്ടല്ലോ. സോളാർ നമ്മൾ ഈ പ്രോജക്റ്റിന് സോളാറും ഉണ്ട്, സോളാർ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. 10 kV ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരെ ഗ്രിഡിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും ഇലക്ട്രിസിറ്റി ബില്ല് കുറഞ്ഞിരിക്കും നമുക്ക്. അപ്പോൾ അതെല്ലാം മെയിൻ്റനൻസ് ചാർജിൽ കുറവ് കിട്ടും നമുക്ക്. ആ കാണുന്ന അതാണ് നമ്മുടെ ഇൻസിനേറ്ററിൻ്റെ ഇതാണ്. അത് ഞാൻ ആ ബയോബിൻ ആ ഭാഗങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു പാർട്ടി ഏരിയയിൽ ഒരു വാഷ്റൂമുണ്ട്, പാൻട്രി റൂമുണ്ട്. പാൻട്രിയിൽ നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണത്. വാഷ്റൂം ശരിക്കും 2 ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്. ഇതും നല്ലൊരു ഏരിയ. അവിടുന്ന് പിന്നെ പാൻട്രിയിലേക്ക് പോകാം. പാൻട്രി ഏരിയ അടക്കം പിശുക്കില്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത. ശ്യാം കയറിക്കോ. അതും വളരെ എന്താ പറയുക, സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഹാളും AC ആണ് കേട്ടോ. AC ഫിറ്റഡ് ഹാളാണ്. അതിൻ്റെ AC ഇവിടെ AC വെന്റുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. AC ആണ്. നിങ്ങൾ ഫംഗ്ഷൻ നടക്കുമ്പോൾ സ്പീക്കേഴ്സ് അന്വേഷിച്ച് നടക്കേണ്ട, ഓൾറെഡി ബിൽറ്റിൻ ആണ്. ഓക്കെ. സ്പീക്കേഴ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്താൽ മാത്രം മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും പോകണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. ഇതും ആക്സസ് കൺട്രോളിലാണ്. ഇതിൻ്റെ ഉള്ളിലേക്കും ആക്സസ് കൺട്രോളിലാണ്. അതായത് നമുക്ക് സ്വൈപ്പ് കാർഡ് ചെയ്യേണ്ടി വരും, എന്നാലും മാത്രമേ ഇതിൽ കയറാൻ പറ്റും. എക്സിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. ഒരു ഓപ്പൺ ജിമ്മ് പോലെ നമുക്ക് അവിടെ മുകളിലുണ്ട്. അതെ, മുകളിലുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ജിമ്മായിട്ട് നമുക്ക് താഴെയുണ്ട്. അതെ, സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഈ വ്യായാമം ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ സാങ്കേതികമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹെൽത്ത് ക്ലബ്ബാണ്. ആക്ച്വലി AC ഹെൽത്ത് ക്ലബ്ബാണ്.
ഇവിടെ ഹെൽത്ത് ക്ലബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാണാം എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ 24 പേർക്ക് യൂസ് ചെയ്യാവുന്ന 24 ഫാമിലിക്ക് യൂസ് ചെയ്യാവുന്ന എക്യുപ്മെന്റ്സ് ആണ്. കാരണം ഓവർലോഡഡ് ചെയ്തിട്ടില്ല. കുറേ സാധനങ്ങളൊന്നും ഡംപ് ചെയ്ത് അങ്ങനെ ഒരു ക്രാംഡ് ആക്കിയിട്ടില്ല. അല്ല, ഇവിടുത്തെ പ്രത്യേകത അതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് സാധാരണ നമ്മൾ കാണുന്നത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അത്രയും വലിയ ജിം അല്ലല്ലോ എന്ന് വെച്ചാൽ ഇവിടെ അത്രയും വരെ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. അതിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഇതേ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ വ്യൂ നോക്കിയാൽ നേരെ സ്റ്റേഡിയം. അതെ, ആ സ്റ്റേഡിയം എന്ന് പറയുന്നതാണല്ലോ വ്യായാമത്തിൻ്റെ ഒരു കേന്ദ്രം. അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ജിമ്മിൽ കട്ടയടിക്കാം എന്ന് പറയുന്ന സംഭവം. അതെ. ഇനി പിള്ളേർക്കും അല്ല ഫുട്ബോൾ കളിക്കാനോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒരു ടർഫും ഉണ്ട്. അതുകൊണ്ട് അതെ, നേരെ തൊട്ടടുത്ത് ഇവിടുന്ന് തന്നെ നടന്നു കയറാവുന്ന രീതിയിൽ ടർഫുണ്ട്, നടക്കാൻ പോകാൻ സ്റ്റേഡിയം ഉണ്ട്. അപ്പം സത്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു ജിമ്മിന്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് ഇതാണ് ഈ ടർഫ് അറ്റാച്ച്ഡ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു പോയത്. മറ്റു കാര്യം നിങ്ങൾക്ക് നമ്മൾ താഴെ നിന്ന അപ്പാർട്ട്മെന്റിലെ പോലെ അല്ല, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. നമ്മൾ മുകളിലേക്ക് പോകുന്നതും വ്യൂ എത്ര ഗംഭീരമായിട്ട് മാറുന്നുണ്ടെന്നുള്ള നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതെ. അപ്പോൾ ഇതിനും ആ സൈഡിലും ഉണ്ട് ഒരു അവിടെ ഒരു ഏരിയ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ചേഞ്ച് റൂം അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഷ്റൂം ഏരിയ അതെല്ലാം ഈ ഒരു സൈഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ബാൽക്കണി പോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം എയർ കൊള്ളാനായിട്ട് ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് വേണമെങ്കിൽ ലിഫ്റ്റിലെത്താം, അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോവാം, അല്ലെങ്കിൽ സ്റ്റെയർ വഴി പോവാം. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് റൂം വഴി പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളും പ്രിഫർ ചെയ്യുന്ന ആ ഒരു പ്രൊവിഷനാണ്. അപ്പോൾ നമ്മളിവിടുന്ന് എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് ഇതുവഴി തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ പോകാം. നമ്മൾ എക്സസൈസ് കഴിഞ്ഞല്ല പോകുന്നെങ്കിൽ പോലും ഇവിടെ ഒരു പൂൾ പ്ലാൻ റൂം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഭാഗത്ത് ചേഞ്ചിങ് റൂമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചേഞ്ചിങ് റൂമുണ്ട്, കൂടാതെ ഇവിടെ 2 വാഷ്റൂമുകളും ലേഡീസ് ആൻഡ് ജെൻസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 വാഷ്റൂമുണ്ട്. പ്ലസ് ഇവിടെയാണ് നമ്മുടെ ഷവർ ഏരിയ, നമ്മുടെ പൂളിലേക്കുള്ള ഷവർ ഏരിയ വരുന്നത്. ഇവിടെയാണ് ഷവർ ഏരിയ. അത് ഷവർ ഏരിയ വരുന്നത് നല്ല ഒതുക്കി ആ മൂലയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ പൂളിലേക്കുള്ള ഭാഗം വരുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ. വൈകിട്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലിഫ്റ്റിൽ എത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നടന്ന് നേരെ എക്സസൈസ് കഴിഞ്ഞ് മുകളിലേക്ക് പോകാം. നമ്മൾ ഈ പറഞ്ഞ നഗരത്തിൻ്റെ വ്യൂ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലേക്ക് പോകാം. ഇപ്പോൾ 8:15 തന്നെ വെയിലായി കഴിഞ്ഞു അല്ലേ. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയാണ്. കണ്ടോ, ഇതാണ് ഞാൻ മൂന്നാമത്തെ വൗ. രണ്ടാമത്തെ വൗ നമ്മൾ അവിടെ കണ്ട പാർട്ടി ഏരിയ ആണ്, ഓപ്പൺ പാർട്ടി ഏരിയ. അത് കഴിഞ്ഞാൽ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫിനിറ്റി പൂളെന്ന് തന്നെ വിളിക്കാം. അതെ. ഇവിടെ ആണ് ഒരു ഇൻഫിനിറ്റി മൂഡ് കിട്ടുന്നൊരു സംഭവം. ഇത് നമ്മുടെ പൂള് വിത്ത് കിഡ്സ് പൂളാണ്. അവിടെ ജാക്കൂസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജാക്കൂസി ഉണ്ട്. നല്ല വീതിയുള്ള പൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നന്നായിട്ട് സ്വിം ചെയ്യാവുന്ന ഒരു പൂളാണ് കൊടുത്തേക്കുന്നത്. ഡെപ്ത് 4 feet ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്വിം ചെയ്യാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, 4 feet കുഴപ്പമില്ല. ഞാനൊക്കെ ഈ പറഞ്ഞ കരയിലിരുന്ന് കപ്പ് വെച്ച് ഒഴിക്കുന്ന ടൈപ്പ് നമുക്ക് 5 അടിക്ക് മുകളിൽ നമ്മളെല്ലാം ഉണ്ട്, പേടിക്കണ്ട. പക്ഷെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് പൂളാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അറിയാത്തവരാണെങ്കിലും പിടിച്ചു നിന്ന് തൽക്കാലം ഇരിക്കാം. അവിടെ ജാക്കൂസി സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇരിക്കാം. ഇതാണ് കിഡ്സ് പൂൾ. അത് കിഡ്സ് പൂളാണത്. വളരെ സേഫ് ആയിട്ടുള്ള. അതെ, വളരെ സേഫാണ്. കിഡ്സ് പൂൾ ആക്ച്വലി 2 feet ആ ലെവലേ ഉള്ളൂ. ആ ലെവലിൽ കിഡ്സ് പൂൾ വെച്ചിട്ടുള്ളൂ. ഇത് ഓപ്പൺ ആണ്. മഴയത്ത് നല്ല കുളിക്കാൻ രസകരമായിരിക്കും. പ്രോപ്പർട്ടി കംപ്ലീറ്റ് മാനേജ് ചെയ്യണത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലീറ്റ് മാനേജ് ചെയ്യണത് അബാദ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ് ആണ്. നമ്മുടെ തന്നെ ഒരു സബ്സിഡറി കമ്പനിയാണ് അബാദ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ്. ഇവിടുത്തെ ഏറ്റവും വലിയ മാളുകൾ ഉൾപ്പെടെയുള്ളതൊക്കെ ശരിക്കും ഒരു റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആയിട്ടൊരു 100-ന് മുകളിലുള്ള പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നിങ്ങളല്ലാത്ത പ്രോജക്ട്സ് പോലും. അതെ, കൂടുതൽ നമ്മളല്ലാത്ത പ്രോജക്റ്റുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, ദെൻ ടെക്നിക്കൽ സൈഡ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ടൈസും കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ള കാര്യം. ഇതാണ് നമ്മൾ പറഞ്ഞ ഓപ്പൺ ജിം എന്ന് പറയുന്നത്. ഇതിലും അത്യാവശ്യം എൻ്റെ അറിവ് വെച്ച് അത്യാവശ്യം മോശം എല്ലാ സാധനങ്ങളും രാവിലെ മടിയുള്ളവർക്ക് വന്ന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, വെറുതെ ഇരുന്നൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാം.
ഇത് ശരിക്കും നമ്മൾ ഈ മറ്റേ ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരം സാധനങ്ങൾ കണ്ടിരിക്കുന്നത് തായ്വാനിൽ പോയപ്പോഴാണ്. തായ്വാനിലൊക്കെയുള്ള എല്ലാ പാർക്കിലും റോഡ് സൈഡിലും എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര എക്സസൈസ് വൈജു. ഇപ്പം നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ ലിമിറ്റ്സിൽ മിക്കവാറും എല്ലാ പാർക്കിലും ആയിട്ടുണ്ട്. ശരിയാണ്, മിക്കവാറും എല്ലാ പാർക്കിലും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ പോയപ്പോഴും കണ്ട് ആ വാക്ക് വേയിൽ ഇതുപോലെ വെച്ചാൽ ആരും ഉപയോഗിക്കുന്നില്ല, കുറേയൊക്കെ നശിപ്പിച്ചിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഊരിക്കൊണ്ട് പോകാനുള്ള സാധ്യത രാത്രിയിൽ, അതൊക്കെയാണ് ഇവിടെ പ്രശ്നം. ഇത് അതിനേക്കാളൊക്കെ ഒത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെ, കംപ്ലീറ്റ് വെച്ചേക്കുന്നത്. ഇതാണ് നേരത്തെ കണ്ട സോളാറാണ്, സോളാർ പാനലാണ് നേരെ മുകളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു ഓപ്പൺ ഏരിയ വിത്ത് സ്വിമ്മിംഗ് പൂൾ ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വൈകുന്നേരം വന്നിരുന്ന് സംസാരിക്കാവുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ നിന്ന് അകത്തേക്ക് കയറിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടുന്ന് കണ്ടിരുന്നല്ലോ നമ്മുടെ ഇൻസിനേറ്റർ അങ്ങനെയുള്ള ആ ഭാഗങ്ങളാണ്. അത് നമ്മുടെ ഓപ്പൺ ടെറസ്, സോളാർ പാനൽ. ഇവിടെ ഇനി വേറൊരു ടെറസ് ഉണ്ട്. ഇവിടെ ഒരു ടെറസ് വേറെ സോളാർ പാനലിൻ്റെ ഭാഗത്തേക്കുള്ള ആക്സസ് ആണിത്. അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഏരിയ ആണിത്. അസോസിയേഷനൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് വേറെ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഇതൊരു നല്ല ഫംഗ്ഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം, മീറ്റിംഗ് കൂടാൻ യൂസ് ചെയ്യാം. അതെ അതെ, അല്ലെങ്കിൽ പിള്ളേർക്ക് കളിക്കാനായിട്ട് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇത് വളരെ സേഫാണ്. ഇതൊക്കെ ഹൈറ്റൊക്കെ നല്ലപോലെ ഉണ്ട്, കുട്ടികളെയൊക്കെ അഴിച്ചുവിടാൻ പറ്റുന്ന സ്ഥലമാണ്. മുകളിലേക്ക് സോളാർ പാനലിലേക്കുള്ള എൻട്രൻസ് ആക്സസ് ആണ്. അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് കയറാൻ വേണ്ടിയാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ശരിക്കും ടെറസ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്വിമ്മിംഗ് പൂളും ജക്കൂസിയും സോളാർ പാനലും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ട് അല്ലേ? അതെ, അതെവിടെയാണ് ഇനിയിപ്പോൾ? വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതാണ് ആ ഡോർ ഓപ്പൺ ചെയ്തതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയ ആണിത്. ഇതും വിശാലമാണല്ലോ. അതെ, ഇത് ബയോബിൻസ് ആണ് ഈ രണ്ടെണ്ണം നിൽക്കുന്നത്. ഇതിലാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്തിട്ടാണ് മാനുവലായിട്ട് പുറത്തേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിനേറ്റർ എന്ന് പറഞ്ഞിരുന്നില്ല, ഇൻസിനേറ്ററാണ് ആ കാണുന്നത്. ഇൻസിനേറ്റർ നമ്മൾ കത്തിച്ച് കളയാവുന്ന സാധനങ്ങൾ, പേപ്പേഴ്സ്, അങ്ങനെയുള്ള ഈ നാപ്കിൻസ്, അതെല്ലാം ഇതിലിട്ട് കത്തിച്ച് നമുക്ക് കളയാൻ പറ്റും. ഇൻസിനേറ്റർ ഇത് യൂസ് ചെയ്യാവുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് പുറത്തേക്ക് കൊടുത്തുവിടലാണ് ചെയ്യുന്നത്. ഇതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ. ഇതൊക്കെ വളരെ എന്താ പറയുക, സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഒട്ടും കൺജസ്റ്റഡ് അല്ല ഒരു കാര്യങ്ങളും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത്ര വലിപ്പമില്ലാത്ത അപ്പാർട്ട്മെൻറ്റ് തോന്നിയേക്കാമെങ്കിലും ഇതാണ് ഉൾഭാഗത്ത് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു കാര്യത്തിലും ഒരു പിശുക്കുമില്ല, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ശരിക്കും വളരെ ലാവിഷായ സ്പേസ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. ഇനി നമുക്കിപ്പോൾ ശരിക്കും ലോബിയിലേക്കൊക്കെയാണ് ഇനി പോകേണ്ടത് അല്ലേ? അതെ, ലോബിയിലേക്ക് പോകണം. കാര്യം നമ്മൾ നടന്ന് കയറുന്ന ലോബിയിൽ നിന്നാണെങ്കിൽ നമുക്ക് അവിടെയും പോകണം. ലോബി, അതുപോലെ തന്നെ അവിടെ പാർക്കിംഗ് ഏരിയ, താഴെ ഒരു കിഡ്സ് പ്ലേ ഏരിയ, അത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ജനറേറ്റർ, അതെല്ലാം താഴെ അല്ലേ? ജനറേറ്റർ ഉണ്ട്. വേറെ ഇവിടെ നമുക്ക് താഴെ ചെല്ലുമ്പോൾ കാപ്പാക്കിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ പ്രോജക്റ്റാണ് ഇത്. എറണാകുളത്ത് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കേരളത്തിൽ തന്നെ ഇൻഡിവിജ്വൽ EV ചാർജിങ് ഉള്ള പ്രോജക്റ്റ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഡിവിജ്വൽ EV കാർ ചാർജിങ് ഉള്ള പ്രോജക്റ്റ്. ഇത് മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഞങ്ങളുടെ തന്നെയാണ് അബാദ് റിഫ്ലക്ഷൻസ്, രണ്ടാമത്തത് അബാദിൻ്റെ തന്നെയാണ് അബാദ് ഇൻഫ്രപിനക്കിൾ, ഇസ് എ തേർഡ് വൺ അബാദ് ഇൻസ്പിറേഷൻ. ഈ 3 പ്രോജക്റ്റുകൾ ഇൻഡിവിജ്വൽ EV ചാർജിങ് ഉള്ള പ്രോജക്റ്റുകൾ. നമ്മളൊക്കെ ബാക്കിയുള്ളവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പലരും ആലോചിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞു മടുത്തു, EV ചാർജിങ് സ്റ്റേഷൻസ് ഒന്ന് കൊണ്ടൊന്ന് സ്ഥാപിക്കും. തന്നെ അങ്ങനെയൊക്കെ സ്ഥാപിച്ചാൽ പോലും അത് 1-2 എണ്ണം കോമൺ ആയിട്ടായിരിക്കും. അതെന്ന് വെച്ചാൽ ഇത് ഇനീഷ്യലി പ്ലാൻ ചെയ്യണം നമ്മൾ ശരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി മാറേണ്ടി വരും. അത് ഇൻഡിവിജ്വൽ ചെയ്യാൻ ഇപ്പോൾ ഉള്ളതിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് 2-3 അഡീഷണൽ ചെയ്യാനേ പറ്റുള്ളൂ. അതൊക്കെ കാണാൻ താഴെ പോയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായെന്നുള്ള കാര്യമാണ്. കാര്യങ്ങളെല്ലാം കാര്യമായ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതൊന്നുമല്ല, നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും എന്താണ് ഇവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഉള്ളത്. എവിടെ പോകാനും വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനം കണ്ടുപിടിക്കണമെങ്കിൽ ഇതാ IMA ഹൗസിന് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണം അല്ലെങ്കിൽ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. വരുമ്പോൾ ഇവിടെ മുജീബ് ഉണ്ടാവും, അല്ലെങ്കിൽ അനൂപ് ഉണ്ടാവും, അല്ലേ? അതെ. ഇവരെ എപ്പോഴും ഒഫീഷ്യൽ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ട് തന്നെ തീരുമാനിക്കുക. കാരണം എപ്പോഴും ഞാനീ പറഞ്ഞല്ലോ, ഇവിടെ വെളിയിൽ നോക്കി ഞാനത് ശ്രദ്ധിക്കാതെ പോയ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇൻറ്റീരിയർ കയറുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സൗകര്യങ്ങളും സ്പേസും ഒക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരിക, കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക, അല്ലേ? അതെ സർ. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തരാം. എനി ടൈം നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് വേണമെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ഇത് നമ്മുടെ ഈ ഡോറ് റിമോട്ട് കൺട്രോൾഡ് ഡോറാണിത്. റിമോട്ട് കൺട്രോൾഡ് ഡോറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ, ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ബൂം ബാരിയർ ഉണ്ട്. ബൂം ബാരിയർ നമ്മുടെ മൊബൈലിൽ ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി വെയിറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മൊബൈൽ ത്രൂ ഓപ്പൺ ചെയ്യാവുന്ന ബൂം ബാരിയേഴ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എല്ലാ എനി ലെവൽ ഓഫ് ഓട്ടോമേഷൻ 100% ഓട്ടോമേഷൻ തന്നെ പറയാം. ഇവിടെ ഇത് നമ്മുടെ ഗ്യാസ് ബാങ്ക് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു രാവിലെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു ഫോർ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ വെഞ്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ പ്രത്യേകം, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരെ പ്രത്യേകം സ്നേഹിക്കണം. അതെ. അല്ലെങ്കിൽ സ്നേഹിച്ചോളൂല്ലോ. അതുപോലെ തന്നെ ഇതേ ഗ്രേഡിൽ തന്നെയാണ് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ് ഉള്ള സ്പേഷ്യസ് അപ്പാർട്ട്മെന്റ്, വെറും അപ്പാർട്ട്മെന്റ് അല്ല, സ്പേഷ്യസ് അപ്പാർട്ട്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഉണ്ട് നമുക്ക് കുണ്ടന്നൂർ ജംഗ്ഷനിൽ. ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചു, സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോർ ലെവലിലായിട്ട് ടോട്ടൽ അത് 17 ഫ്ലോർസ് ആണ് പറഞ്ഞത്. അവിടെ ഇതേ സെയിം ക്ലാസ് തന്നെയാണ് പറഞ്ഞത്. ദെൻ ഇനി ഒരെണ്ണം കൂടി ഇവിടെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ലാൻഡിൽ ഇവിടെ തന്നെ ഒരെണ്ണം വരാണ്ട് ഏതാണ്ട് സിമിലർ ക്ലാസ് തന്നെയാണ് വരുന്നത്. അവിടെയും അറൗണ്ട് ഒരു 32 യൂണിറ്റ്സോളം വരുന്നത്. 82 സെൻറ്റ് സ്ഥലം. അത്യാവശ്യം നല്ല ഫെസിലിറ്റി തുടങ്ങാനുണ്ട് പോയിട്ട്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. കുണ്ടന്നൂരാണ് ഇപ്പോൾ കാണാവുന്ന 2 ഫ്ലോർ വരെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ഥലം മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. പക്ഷേ അപാതായതുകൊണ്ട് പെട്ടെന്ന് പണിത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു ആൻഡ് സോ റൈറ്റ് സർ. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.